ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കത്തിക്കുകയാണ് കേട്ടോ. ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചായ കുടിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുട്ടും പഴമായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുക കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ ഇടാൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്, പരീക്ഷയാണ്. ഇപ്പോൾ അവർക്ക് സച്ചുവിനും റിച്ചുവിനൊക്കെ 2 പരീക്ഷ ഉണ്ട്. മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കൂട്ടാൻ കോഴി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കോഴി പൊരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ. അപ്പോൾ ഇന്ന് ഓർക്കൊക്കെ സ്കൂളിലെ ദിവസമാണ്. സച്ചുവിനും റിച്ചുവിനൊക്കെ 2 പരീക്ഷ ഉണ്ട്. ഇപ്പോൾ പരീക്ഷയാണല്ലോ. പിന്നെ റിനുമോൾക്ക് ഒരു പരീക്ഷ തന്നെ ഉള്ളൂ, ഉച്ചയാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ഞാൻ കോഴിയൊക്കെ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും വലിയ ജീരകമൊക്കെ കൂടി അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, കളർ ഇട്ടിട്ടില്ല കേട്ടോ. കളറൊന്നും ഇട്ട് ചൊറുക്ക് കൂട്ടിയിട്ടില്ല. പിന്നെ ഞമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ല, അപ്പോൾ എന്തിനാ വെറുതെ കളറൊക്കെ ഇട്ട് കേട് വരുത്തണേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കനൊക്കെ മസാലയൊക്കെ തേക്കൽ കഴിഞ്ഞ് ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിക്കുക കേട്ടോ. ഇനി ചോറ് തിന്നണ സമയമാകുമ്പോഴുള്ളൂ അത് പൊരിക്കുക. പിന്നെ നമുക്കിന്ന് കറിക്ക് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ ഞാൻ കറി ഉണ്ടാക്കണത്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണത്. പിന്നെ അതിക്ക് ഞാൻ വലിയ ഉള്ളി, വെണ്ടക്ക, പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറി വെക്കണമെന്നൊന്നും ശരിക്കൊന്നും ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ ഈ കറി വെച്ചതൊക്കെ ആദ്യം ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കും വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി നല്ലോണം വാടി വന്നിട്ട് ഞാൻ അതിക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം പോകോളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. പുളിങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളക്കണം. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വെണ്ടയ്ക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അത് തേങ്ങ ഒഴിക്കാതെ വെറുതെ കടുക് പൊട്ടിച്ചെടുത്തിട്ടും കറിയാക്കി ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തേങ്ങ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, വറുക്കാതെ അരച്ച് പാർന്നിക്കണത്. അപ്പോൾ അതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചുമ്പോൾ പിന്നെ എണ്ണയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കടുകും പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുമന്ന മുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചിട്ട് ഉണ്ട്. അപ്പം ഇനി ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചോരി തുടക്കണം. അപ്പോൾ ഞാൻ അടിച്ചോരാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിൽ കാണിക്കാൻ. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യട്ടോ, മറക്കാതെ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കൊണ്ടു. അപ്പോൾ അതാ നമ്മൾ അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ റിനുമോൾ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് എത്തുമ്പോൾ തന്നെ ചോദിക്കും എന്താണ് കൂട്ടാനും വെച്ചിയെന്ന്. ഓൾക്ക് പറ്റിയ കൂട്ടാനാണെന്ന് പറഞ്ഞാലുള്ളൂ ഒരു സമാധാനം ഉണ്ടാകുക. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഓൾക്ക് എങ്ങനെ വെച്ചിട്ടാൽ മീനൊന്നും ഓൾക്ക് പറ്റൂല കേട്ടോ. എന്ത് മീൻ വാങ്ങിയാലും അത് ഓള് കൂട്ടൂല. പിന്നെ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഓൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ കോഴിയൊക്കെ പൊരിച്ചിട്ട് ഓൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കറിയും കൂട്ടാനും ഒക്കെ ഇതൊക്കെ തന്നെയാണ്.
പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഞാൻ കുറച്ച് നുറുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനൊരുങ്ങിക്കുകയാണ്. അപ്പോൾ ആ ഗോതമ്പൊക്കെ എടുത്ത് കഴുകി കുക്കറിൽ ഇടുക കേട്ടോ. കുക്കറിലാണ് വെക്കണത്. ഗോതമ്പൊക്കെ കഴുകി കുക്കറിലിട്ട് ഞാൻ ഗ്യാസുമ്മക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു 3-4 വിസിൽ അടിച്ചാൽ അത് വെന്ത് കിട്ടും. അപ്പം ഞാൻ അതാകുമ്പോഴത്തേന് ഞാൻ തേങ്ങ പൊളിക്കുക കേട്ടോ. അതിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചിനി അതൊക്കെ ചിരകി അതിൻ്റെ പാലൊക്കെ എടുത്ത് വെക്കണം. തേങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം കുടിക്കാനൊന്നിപ്പോൾ ഇവിടെ ആരുമില്ല. സച്ചു കുടിച്ചു സ്കൂട്ട് വന്നിട്ടില്ല. റിനിമോള് വന്നങ്ങനെ ചോറൊക്കെ തിന്ന് കടന്നുറങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ അതാണ് കുടിച്ചു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ്. അപ്പോൾ അപ്പോൾ കുക്കറൊക്കെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഇതൊക്കെ പോയി ചൂടാറി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട് ഗോതമ്പൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ഏലക്കായ കുത്തിയിട്ട് കൊടുത്തു. പിന്നെ ശർക്കര ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശർക്കരയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കൊരു പായസ റെസിപ്പി ഒന്നല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കണ തട്ടിക്കൂട്ട് പായസമാണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഒരൊറ്റ ഇതാക്കിയിട്ട് തന്നെ എടുത്തിക്കണത് തേങ്ങാപ്പാൽ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസമൊക്കെ റെഡിയായപ്പോൾ നമ്മളൊരു ഗ്ലാസ് പായസം എടുത്തിട്ട് സിറ്റൗട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ നല്ലൊരു വീഡിയോയുമായി നാളെ വരണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.